ഞങ്ങളുടെ കൂടുതൽ വീഡിയോസ് കാണുവാനായി നിങ്ങളുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ കയറി സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് ക്ലിക്ക് ചെയ്യൂ. കേവലം 1 MB മാത്രമുള്ള സർഗം കിച്ചണിൻ്റെ ഫ്രീ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സൗകര്യപ്രദമായ രീതിയിൽ നിങ്ങളുടെ ഇഷ്ടാനുസരണം പുതിയ പാചക വീഡിയോകൾ കണ്ട് സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കൂ. നമുക്ക് ഇന്ന് നമ്മുടെ കിച്ചണിൽ അമരക്കായ കൊണ്ട് ഒരു നല്ലൊരു തോരൻ തയ്യാറാക്കാം. നമ്മൾ സാധാരണ വെക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും അല്ലാണ്ട് വേറൊരു മോഡൽ തോരനാണ് തയ്യാറാക്കുന്നത്. അതിന് ഒരു സവോള, 2 പച്ചമുളക്, പിന്നെ നല്ലോണം ചെറുതാക്കി നുറുക്കിയ അമരക്കായും, പിന്നെ അത് മൺചട്ടിയിൽ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിലിട്ട് ഉപ്പും മഞ്ഞളിട്ട് വേവിച്ചതിന് ശേഷം നാളികേരം ചെരുവിതും കൂടി ചേർത്തെടുക്കുക. പിന്നെ പച്ച വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. നല്ല ടേസ്റ്റുള്ളൊരു തോരനാണത്. നമുക്കിന്ന് അമരപ്പയർ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു തോരൻ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് അമരക്കായ എടുത്തിട്ടുണ്ട്. വീട്ടിൽ തന്നെ ഉണ്ടായ അമരയാണ്. അപ്പോൾ പല സ്റ്റേജിലുണ്ട്. ജസ്റ്റ് ഒരു കുരുമൂത്തതുണ്ട്, ചള്ളുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അമരക്കായ നന്നാക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ ഒന്ന് ഇങ്ങനെ കളഞ്ഞ് ചെറുതാക്കിയിട്ട് നുറുക്കണം. നല്ല കുഞ്ഞിതായിട്ട് നുറുക്കിയാൽ അത്രയും ടേസ്റ്റ് കിട്ടും. ഇത് കണ്ടിട്ട് ഇങ്ങനെ വലിച്ചിടുന്ന് നന്നാക്കണം. അമരക്കായ നന്നാക്കുമ്പോൾ അതിങ്ങനെ മാറ്റണം. അതുപോലെ തന്നെ ഇതും ഇങ്ങനെ ഞാര് പോലെ കിട്ടും. നമുക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ കടിക്കുമ്പോൾ ഞാര് പോലെ കിട്ടും. അങ്ങനെ ചെറുതാക്കി നുറുക്കിയതാണ് ഇതൊക്കെ. ഇങ്ങനെ കാണിച്ചു തരാൻ വേണ്ടി 3 കാണിച്ചതാണ്. ഇത് വെള്ളം അമരിയാണ്. നല്ലോണം നമ്മൾ വീട്ടിൽ കുരു പായി കഴിഞ്ഞാൽ നല്ലോണം ഈ മഞ്ഞുകാലത്ത് ഉണ്ടാവും. ഡിസംബർ മാസം, ജനുവരിയിൽ നല്ലോണം ഉണ്ടാവും. നല്ലതാണ് താനും. ഒരു വിഷമടിക്കാത്ത നമുക്ക് വീട്ടിൽ തന്നെ കുരുപാവി തയ്യാറാക്കാം. ഇതുപോലെ ചെറുതാക്കി നുറുക്കിയ അമരിയാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു സവോള ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട്, 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, നാളികേരം ചെരിയത്, മഞ്ഞൾ പൊടി, ഉപ്പ്, കറിവേപ്പില. പിന്നെ അതൊരു മൺചട്ടിയിലാണ് നമ്മൾ വെക്കണത്. അതിന് വേണ്ടി ആദ്യം ഒരു മൺചട്ടി വെക്കാം. മൺചട്ടിയിലേക്ക് 1/2 കപ്പ് വെള്ളം ചേർക്കാം ആദ്യം. എന്നിട്ട് അതിലേക്ക് ഒരു നുള്ള് ഉപ്പ് ചേർക്കാം. അമരക്കായ്ക്ക് വേണ്ട ഉപ്പ്. പിന്നെ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി. ഒന്ന് തിളക്കട്ടെ നല്ലോണം. എന്നിട്ട് നമുക്ക് അമരക്കായും സവോള ചെറുതാക്കി നുറുക്കിയത് പച്ചമുളകും കൂടി ചേർത്ത് വേവിക്കാം. ആദ്യം ഒന്ന് തിളച്ച് വരട്ടെ. നല്ലോണം ഇങ്ങനെ തള വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ടില്ലേ? മഞ്ഞൾ ഉപ്പിട്ട വെള്ളമാണ്, 1/2 ഗ്ലാസ് വെള്ളമാണ്. നല്ലോണം തിളക്കിണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അമരക്കായ ചെറുതാക്കി നുറുക്കിയത്, അമരക്കായ വേവാൻ വേണ്ടിയിട്ടുള്ളത്, പിന്നെ സവോള ചെറുതാക്കി നുറുക്കിയത്, പച്ചമുളക് ചെറുതാക്കി നുറുക്കിയത് 2 ഉപ്പ് നമ്മൾ ചേർത്തിട്ടുണ്ട്. വേപ്പില 2 കതിർപ്പ് കൂടി, നുള്ളും കൂടി ഉപ്പ് ചേർക്കാം. എന്നിട്ട് ഇളക്കി മൂടി വയ്ക്കുക. ഇതൊന്ന് നല്ലോണം തിളച്ചിട്ട് ഒന്ന് വെന്ത് വരണം. കിടന്നൊന്ന് വേവണം. ഒരു 5 മിനിറ്റ് മൂടി വെച്ചാൽ മതി. നല്ല വെള്ളം കുറുകി വറ്റി അമരക്കായ വെന്ത് വന്നു. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇനി തുറന്ന് നോക്കാം. നല്ലോണം വെന്തുണ്ട്. ഇനി നമുക്ക് നാളികേരം ചെരിയത് ഒരു പിടി ചേർക്കാം. ഇതും കൂടി ഒന്ന് യോജിച്ച് വറ്റാം. എന്നിട്ട് അവസാനം വെളിച്ചെണ്ണ ചേർത്ത് എടുക്കാം. ഒന്നും കൂടി ഒന്ന് വെള്ളം, ഇതേ കുറച്ച് വെള്ളം കണ്ടില്ലേ, അതൊന്ന് വറ്റി വരണം. ഒന്നുള്ളും കൂടി നമുക്ക് ഉപ്പ് ചേർക്കാം. അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മൂടി ഒന്ന് തുറന്ന് നോക്കാം. നാളികേരത്തിൽ നിന്ന് അമരക്കായലത്തൊക്കെ വെള്ളം വറ്റി കറിയൊക്കെ പാകമായിട്ട് ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് എടുക്കാം. നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. നല്ല പച്ചപ്പ് വെള്ളം നിറഞ്ഞതിന് അമരക്കായ. അപ്പം നമുക്കത് ശരീരത്തിനൊക്കെ നല്ലതുണ്ട്.
ധാരാളമായിട്ട് മഞ്ഞുകാലത്ത് ഉണ്ടാവും ചെയ്യും. ഇതുപോലുള്ള പാചക വീഡിയോകൾ ഇനിയും ലഭിക്കുന്നതിനു വേണ്ടി ഈ വീഡിയോയ്ക്ക് താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യൂട്യൂബിൽ സർഗം കിച്ചൺ എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക.